മനമുരുകിന കരങ്ങിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകിന കരങ്ങിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ എത്ര നല്ലവൻ, അവരെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവരെന്നുമെന്നും മതിയായവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. കൊടും വെയിലാതിൽ കാണലുമാവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. കൊടും വെയിലാതിൽ കാണലുമാവൻ. എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാൾ മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവരെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവരെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണങ്ങിടും ഞാൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണങ്ങിടും ഞാൻ. പോയപ്പോൾ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോൾ വേഗം
ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോകം പ്രിയനേ വേണ്ട ഈ ലോകം പ്രിയനേ എന്നും വാഴ്ത്തിപ്പാടും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ഉറ്റവരായിരുന്നവർ രക്ഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ഉറ്റവരായിരുന്നവർ രക്ഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ശക്തിയാലെ നിത്യവും ശക്തിയാലെ നിത്യവും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും പേടിയതല്ല നിന്നെ ഈ ക്രൂശിൻ സ്നേഹം പേടിയ പാപിയാമെന്നെ പേടിയതല്ല നിന്നെ ഈ ക്രൂശിൻ സ്നേഹം പേടിയ പാപിയാമെന്നെ ഓടുന്നൊരാക്കിലേക്കു കാലുകൾ ഏറ്റുന്നു ഓടുന്നൊരാക്കിലേക്കു കാലുകൾ ഏറ്റുന്നു മാറുവാനവനല്ലേ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും മാറയും നീ വരുവതിൽ സാരമില്ല മാറയും നാഥനാമേശു മാറയും നീ വരുവതിൽ സാരമില്ല മാറയും നാഥനാമേശു മാറാത്ത വാക്ക് വന്നു മാറുമോ ആരും മാറാത്ത വാക്ക് വന്നു മാറുമോ ആരും മധുരമാക്കിടും മധുരമാക്കിടും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാൽ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാൽ വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ശക്തി കാഴ്ച ശക്തങ്ങൾ ഏറെ വേണം വിശ്വാസത്തോടെ നിൽക്കുവാൻ ശക്തി കാഴ്ച ശക്തങ്ങൾ ഏറെ വേണം വിശ്വാസത്തോടെ നിൽക്കുവാൻ പത്മോസിലെത്താൻ ഞാൻ ഏകനായി പാർക്കണം പത്മോസിലെത്താൻ ഞാൻ ഏകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം
വന്നാലും ഭൂതത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോധങ്ങളേറി വന്നാലും ആശ്രയം എന്നേശു മാത്രം ശോധങ്ങളേറി വന്നാലും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിരുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേലിക്കിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിരുമ്പോൾ ലോകക്കാരെല്ലാരും ഇടുമ്പോൾ സ്വന്തം സഹോദരൻ കളിക്കായുമ്പോൾ ജോസഫിന്റെ മകൻ കൂട്ടാളിയാണേ സ്വന്തം സഹോദരൻ കളിക്കായുമ്പോൾ ജോസഫിന്റെ മകൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായവൻ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായവൻ അന്ധകാരം മുഴുവൻ വ്യാപരിച്ചിരുമ്പോൾ രാജാക്കളുടെ കാത്ത് ശത്രുക്കളാകുമ്പോൾ അന്ധകാരം മുഴുവൻ വ്യാപരിച്ചിരുമ്പോൾ രാജാക്കളുടെ കാത്ത് ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സുഖക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ അഗ്നികുണ്ഡത്തിലും സുഖക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യേന രാജാവൻ കൂട്ടാളിയാണേ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യേന രാജാവൻ കൂട്ടാളിയാണേ എന്നിനി ഭാരങ്ങൾ എന്നിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ കുമാരൻ എന്നിനി ഭാരങ്ങൾ എന്നിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായവൻ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായവൻ കാലശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളെ ഉയരെ കാണാൻ കാലശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി ഹൃദയം ഉയരെ കാണാൻ എപ്പോൾ നീ വന്നിടും എത്ര നമുക്ക് ഞാൻ പകരം പ്രിയനെ എപ്പോൾ നീ വന്നിടും എത്ര നമുക്ക് ഞാൻ പകരം പ്രിയനെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിരുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേലിക്കിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിരുമ്പോൾ കൈവേലിക്കിടുമ്പോൾ സ്വന്തം സഹോദരൻ കളിക്കളയുമ്പോൾ ജോസഫിന്റെ മകൻ കൂട്ടാളിയാണേ സ്വന്തം സഹോദരൻ കളിക്കളയുമ്പോൾ ജോസഫിന്റെ മകൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തരായ
ഒന്ന് ഞാൻ യേശുവെ തുടർന്നു, അല്ലെങ്കിൽ യേശു എന്നെ തുടർന്നു. ആ ടച്ചിങ് എന്ന് പറഞ്ഞത് ഭയങ്കര പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് ഒത്തിരി സ്വിച്ചുകൾ ഇരിപ്പുണ്ട്. ആ സ്വിച്ച് നിൽക്കുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്. നീ പരിശുദ്ധാത്മാവ് എന്ന് തൊടാൻ തുടങ്ങുന്നു. യേശു തൊട്ടാൽ ഒന്ന് യേശു തൊടാൻ നീ യേശു തൊടാം. ആരെങ്കിലും തൊടണം. തുടർന്നില്ലെങ്കിൽ അത് അതുപോലെ തൊട്ടാൽ വിഷയം വേറെ. എന്റെ പ്രിയൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഒരു നിൽപ്പ്, ഒരു നടപ്പ്, ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഇത് രണ്ടാമത്തെ വരവിൽ പൊങ്ങുമോ ഇല്ലയോ. അന്നേരം അറിയാം ഇത് പൊങ്ങുമോ പൊങ്ങത്തിലെയോ ഉയരുമോ ഉയരത്തിലെയോ എന്നെല്ലാം അന്നേരം അറിയാം. പക്ഷെ എന്നെ കർത്താവ് പഠിപ്പിച്ചത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന്. പക്ഷെ അത് ഏറ്റുവാങ്ങാൻ ജനം റെഡിയല്ല. അതാണ് വിഷയം. തരുവാനുള്ളവൻ റെഡിയാ, എന്നാൽ വാങ്ങാൻ ആളില്ല. എന്റെ അപ്പ ജെയിംസിൽ എങ്ങനെ എന്റെ അപ്പ, അതെങ്ങനെ എന്റെ അപ്പ, എന്റെ അപ്പ ഇല്ലയോ. എന്റെ അപ്പ അല്ലേ. എങ്ങനെ എന്റെ അപ്പ. കൈയടിക്കാൻ വരട്ടെ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എന്റെ അകത്ത് ദൈവമുണ്ടെങ്കിൽ പുറത്തു വരണം. എന്റെ അകത്ത് അതിശയമുണ്ടെങ്കിൽ പുറത്തു വരണം. എന്റെ അകത്ത് വെളിപ്പാടുണ്ടെങ്കിൽ ആ വെളിപ്പാട് പുറത്തു വരണം. ആര് എന്നാ പറഞ്ഞാലും ശരി, ഇത്ര ദിവസം പ്രാർത്ഥനയിൽ സാമിലിയെ തൊട്ടത് ഇന്നലെയാ. മോളെ ഒന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? നിന്റെ അകത്ത് എന്തോ യേശു ചെയ്യുന്നു. അതാ നീ പ്രവചിക്കാൻ അധിക സമയമൊന്നും ഇല്ല. പ്രവചിക്കണം. യോവൽ പ്രവചനം പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ വൃദ്ധന്മാർ പ്രവചിക്കും. മോളെ വാങ്ങാതെ പ്രവചിക്കുന്ന ആത്മാവ് നിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. അപ്പ പറയാൻ നീ പ്രവചിക്കുന്ന അപ്പ പറയാൻ നീ പ്രവചിക്കുമെന്ന
ആ മോളെ വരാൻ പറ. ഓടിവാ. എനിക്കറിയട്ടെ ഡാഡി നിന്റെ പേര് കളയുക എന്നോട്. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പ പേര് പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മ പറയുന്ന സാമ്പിൾ പ്രവർത്തിക്കുമെന്ന് എന്റെ അപ്പ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കൽക്കാവാണ്. എവിടെ തീയിറങ്ങുന്ന സ്ഥലമാണ്. കൽക്കാത്ത വെക്കണമെങ്കിൽ അഗ്നിയിൽ കുളിക്കണം, അഭിഷേകത്തിൽ കുളിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളവരവൻ തിരഞ്ഞെടുക്കും. അവന്റെ വായിന്ന് തീ പുറപ്പെടും. ഉടപ്പ് വീഴുന്നവൻ അടങ്ങുമോ? കർത്താവിന്റെ തീയിറങ്ങിയാൽ നിൽക്കുമോ അവൻ? അടിയാഴത്തിൽ ഞാൻ കിടന്നു, എന്നെ മറപിടിച്ചു. അടിയാഴത്തിൽ ഞാൻ കിടന്നു, എന്നെ മറപിടിച്ചു. കാതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർഗോട് ചേർത്തണച്ചു. പ്രാർത്ഥനയിൽ ദൈവത്തിന് മേടിച്ചത് മാറ്റി വയ്ക്കുന്നവന് ദൈവം അവന് മേടിച്ചത് മാറ്റി വയ്ക്കുന്നത് ആത്മാവ് ഞാൻ വിളിച്ചു പറയുക. ദൈവത്തിന് വില കൊടുത്താൽ ദൈവം നിനക്ക് വില തരും. ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ അവൻ തുപ്പി തൂളക്കളയും. പിന്നെ കൊടുക്കാതെ ഈ തവളച്ചാട്ടം ചാടി നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം മറിയും സാധനം. അത് ആരും കാണുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വ്യാജത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് നിത്യജീവന അല്ലേ? വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിത്യജീവന. ആർക്കും എന്നോട് നോ പറയാൻ പറ്റുകയില്ല. നമ്മുടെ അടിസ്ഥാന ഉപദേശം നിത്യജീവന. അത് പ്രാപിക്കാനുള്ളൊരു പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിന് വില കൊടുത്താലേ ദൈവം വരത്തുള്ളൂ. റീസൺ പറയാൻ വരണ്ട. എവിടെ ആരും എന്നെ പിടിവിച്ചവൻ ഇവനാ. തലമണ്ടയ്ക്കകത്ത് വേണം ചിന്ത. എന്നെ ഉണ്ടാക്കിയവൻ ഇവനാണ്, എന്നെ നിർത്തിയവൻ ഇവനാണ്, ആകാരം തന്നവൻ ഇവനാണ്. മോളെ എന്നാ സംഭവിച്ചത്? അപ്പ വന്ന് എന്റെ കയ്യിൽ പിടിച്ചു. അപ്പ വന്ന് എന്റെ കയ്യിൽ പിടിച്ചു. അപ്പ ഇപ്പൊ എവിടെ അടുത്തുണ്ട്. അപ്പൊ ഇതിനൊരു വാക്ക് പറഞ്ഞു കാര്യം അതവിടെ പറഞ്ഞേ കേക്കട്ടെ. എന്റെ വായിന്ന് തീ പുറപ്പെടണോന്ന്, എന്റെ വായിന്ന് തീ പുറപ്പെടണോന്ന് കണ്ടോ? അപ്പ അവരോട് പറഞ്ഞതാ നിന്റെ വായിന്ന് തീ പുറപ്പെടുന്നു. വാങ്ങിട്ടോ അതിന് മാറിയില്ല. പിന്നാലെ ഇവിടെ എന്തോ പറയും. ഇപ്പൊ അത് പ്രപഞ്ച വാർത്തയായിരിക്കും. ഡാഡിന്റെ ചെവിയിൽ ഒരു കാര്യം പറയും, അത് വിളിച്ചു പറയണം. യേശപ്പ sabore che uspane rakka salari nibi durakavasi fire. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും
ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും യാചിക്കാത്ത നന്മകൾ പോലും നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. യേശപ്പാ सेकमे उस्मने रबोन बेसी सामले रक्का सलारनवा. The spirit of the fire right now bring a holiness. ഇവർ തീ ശ്വസിക്കേണ്ടതിന്, അഗ്നിയെ വിഴുങ്ങേണ്ടതിന്, ശക്തിയെ പ്രാപിക്കേണ്ടതിന് ഈ കൊടിയ കാറ്റ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഫയർ. വരും കാലമൊക്കെയും കൃപാവരങ്ങൾ ചൊരിയുന്നു. വരും കാലമൊക്കെയും കൃപാവരങ്ങൾ ചൊരിയുന്നു. ഇപ്പൊ ബെന്നിഫറിന്റെ വൈഫ് ജെസൂസ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇന്നലെ വരാത്ത ഒരു കാരണമുണ്ട്, എന്റെ ഒരു ബന്ധു മരിച്ചുപോയി. എത്ര വയസ്സുണ്ട്? 49 വയസ്സേ ഉള്ളൂ. എങ്ങനെ മരിച്ചു? ആക്സിഡന്റ് ഉണ്ടായി, ഓക്കെ, പിന്നെ ക്യാൻസർ വന്നു. ഞങ്ങൾ അടക്കത്തിന് പോയിരിക്കുകയായിരുന്നു. നീ ഞാനും നിൽക്കുന്നത് അപ്പായുടെ കൃപ കൊണ്ടല്ലേ? ആമേൻ പറയാൻ ആരെയുണ്ടോ? എന്റെ പ്രിയന്റെ കൃപ കൊണ്ടല്ലേ? അവന്റെ ശക്തി കൊണ്ടല്ലേ? അവന്റെ ദയ കൊണ്ടല്ലേ? ഒന്ന് വിളിച്ചാലോടിയല്ലേ അരികിലെത്തും, ഒന്ന് ചുമ്മായിരുന്നു. നിനക്കെന്നാ പറ്റി? ഒരു ദിവസം എന്റെ അപ്പ മധ്യാകാശത്ത് വരും. അഭിഷേകം പ്രാപിച്ചവന്റെ ശക്തി അന്ന് വെളിപ്പെടും. കൃപ ലഭിച്ചവന്റെ ശക്തി അന്ന് വെളിപ്പെടും. സമയത്ത് ഉരുട്ടി തീർത്തവൻ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ജീവനുള്ളവൻ മാത്രം കണ്ടാലോ ശോഭയില്ല, മകനെ മകനെ വിമാനനായിടുക, മകനെ മകനെ
നിനക്കായി തകർന്നിടുന്നു മകളെ നിനക്കായി തകർന്നിടുന്നു ചുടുചോര ചിന്തി പാപം പോക്കുവാനല്ലയോ അവന്റെ ശക്തി അസാധാരണ തീ അഭിഷേകം ഉയർപ്പിക്കുവാനല്ലയോ മകനെ പരിശുദ്ധാത്മാവേ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശക്തി നിന്റെ മക്കളുടെ മേലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മണിപുറന്റെ വിഷയത്തിന് മേൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം കൂടെ പോരുന്നതിനായി സ്തോത്രം. നിന്റെ രക്തം നിറങ്ങുന്നതിനായി സ്തോത്രം. അഗ്നി ഇറങ്ങുന്നതിനായി സ്തോത്രം. ബലം ഇറങ്ങുന്നതിനായി സ്തോത്രം. കുടുംബം നിറഞ്ഞതിനായി സ്തോത്രം. നിന്റെ മകനെ തൊട്ടതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ എഴുന്നേറ്റ് വരുവാൻ നീ കൃപത്തിക്കണമേ. വേദപാഠം വരാൻ സൂക്ഷിക്കണമേ. ഞാൻ നിന്നെ ഒരു നാളും കൈപിടിക്കുകയില്ല. ഉപേക്ഷിക്കപ്പെട്ട മകൾ നിവൃത്തിയാകുന്ന പ്രാർത്ഥിക്കുന്നു. സഭയിലെ കുടുംബമായി പ്രാർത്ഥിക്കുന്നു. അരട്ടിക്കൊണ്ട പോരുകൾ വെട്ടേറ്റ് വീഴട്ടെ. ചില ബന്ധനങ്ങൾ മുറിഞ്ഞ് വീഴട്ടെ. ചില പോരുകൾ മുറിഞ്ഞ് വീഴട്ടെ. വെല്ലുവിളികൾ മുറിയട്ടെ. പോരുകൾ മുറിയട്ടെ. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. രക്തങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തം മരണച്ചതിയെ മുറിക്കും. യേശുവിന്റെ രക്തം ജീവനെ മടക്കി തരും. യേശുവിന്റെ രക്തം ശക്തിയെ പകരും. യേശു രക്തം ജീവൻ പകരും. യേശുവിന്റെ രക്തം അത്ഭുതം പകരും. വിശ്വസിക്കുന്നവരാൽ നീരവ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ നീരവ അടയാളം നടക്കും. ശക്തിക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം, ബലത്തിനായി സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. തൊട്ടതിനായി കൃപ ചെയ്തതിനായി യേശുവേ വചനം പറയുന്നു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ സാധിക്കും. ആ വചനം പത്രോസ് വെളിപ്പെട്ടതുപോലെ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. വൈരമാനം അടരമ്പം അസ്തം തുലാലിക സമസ്കാരമൗലി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും എഴുതുക, ബൈബിൾ കയ്യിലെടുക്കാം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്ക് ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രിയാമങ്ങളിൽ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. അവസാനം നമുക്ക് ചേർന്ന് വായിക്കാം. ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണ്ണതയും നിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് പ്രമോദനവുമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും ദൈവം വരുന്ന യേശുനാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു.
കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തുണ എന്ന് പറയുന്നത് അമ്മയപ്പനുമല്ല, പരിശുദ്ധാത്മാവാണ്. നീ ഒരു യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ അമ്മയപ്പനും കൂടെ വരുമോ? വിദേശത്ത് പോകുമ്പോൾ അത് കൂടെ വരുമോ? പക്ഷെ ഇവൻ വരും. ആ ദൈവത്തെ സ്തുതിക്കാൻ മറക്കരുത്. ആ ദൈവത്തെ ആരാധിക്കാൻ മറക്കരുത്. വചനം പഠിപ്പിക്കുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുന്നു. ന്യായങ്ങളെ കീറിക്കൊല്ല ഇതിപ്പൻ ആരുണ്ടാകും. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കുക, ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവമക്കളെ, ദൈവത്തിന് വില കൊടുത്താൽ മാത്രമേ ദൈവം നിനക്ക് വില തരും. ദൈവത്തിന് വില കൊടുക്കാതെ നീ മറ്റുള്ള ഒന്നിന് വില കൊടുക്കാൻ പോയാൽ നീ ഉപേക്ഷിക്കപ്പെടും. ഇതെല്ലാം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പല പല കാര്യങ്ങളും എന്തുവാ ലോകത്ത് ഭൗതിക കാര്യത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ്. ദൈവമക്കളെ, നിങ്ങൾ ക്രിസ്തുവെ വേണ്ടുന്ന വിധത്തിൽ ആരാധിച്ചാൽ തന്റെ പ്രിയനോ അത് അവർക്ക് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഒരു ചുക്കും ഇല്ലാത്ത യോബ് ഡബിൾ മടങ്ങായി അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെ? അവൻ കഷ്ടപ്പെട്ട കിളയ്ക്കാൻ പോയതാണ്? അല്ല, അല്ല. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് എന്താ? അവൻ കിളയ്ക്കാൻ പോയത് കൊണ്ടാണ്? അല്ല, ദൈവം കൊടുത്തത് കൊണ്ടാണ്. ശരി, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമി നടന്നു പോയില്ലേ? അവർ മഞ്ഞ എങ്ങിട്ടുന്നു ഇവിടുന്ന് ഗോതമ്പ് പിടി കൊണ്ട് കിളയ്ക്കായിരുന്നു? അല്ല, അതിരാവ് നോക്കുമ്പോൾ മഞ്ഞളിന്റെ ഇടയിൽ അത് പതിഞ്ഞിരിക്കുക, ഇളക്കി എടുക്കുക, ചുടുകട്ട ഇളക്കി എടുക്കുന്നത് പോലെ അവർ മഞ്ഞായി ഇളക്കി എടുക്കുക. നിങ്ങൾ ആ ലൈനിലേക്ക് വാ. വചനം പറയുന്നു തന്റെ പ്രിയനോ അത് അവർക്ക് ഉറക്കത്തിൽ കൊടുക്കും. ദൈവം കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ അത്ഭുതം പ്രവർത്തിക്കും. എപ്പോഴും നോക്കിക്കും. ഇനി നമുക്ക് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം എന്തുവാണ്? മരുഭൂമിയും ലബനോനും തുടങ്ങി കണ്ട പ്രാർത്ഥന മഹാനദി വരെയും, പ്രാർത്ഥന മഹാനദി വരെയും ഹെബ്ത്യരുടെ ഏകദേശം ഹെബ്ത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും. ഇത് ആരെല്ലാം അവകാശം പറയും? അപ്പൊ ദൈവം നമുക്ക് തരാൻ റെഡിയാ. ദൈവമക്കളെ, നാം വാങ്ങാൻ റെഡിയാ. ദൈവം നമുക്ക് തരാൻ റെഡിയാ. അത് വാങ്ങാൻ നാം റെഡിയാ. മറക്കരുത്. എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പരിധിക്കകത്ത് നിൽക്കുന്നവരാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം ആർക്ക് ലഭിക്കുന്ന അറിയാമോ? 15-ാം സങ്കീർത്തനം 1-ാം സങ്കീർത്തനം എല്ലാം പറഞ്ഞ അങ്ങനെ സത്യം ചെയ്ത് ചേരും തീരുമാനത്തിൽ ഉറയ്ക്കുന്നു. തീരുമാനത്തിൽ നിങ്ങൾ ഉറയ്ക്കുന്നു. നമ്മെ നടത്തിയ വിധങ്ങളോ യേശു പറഞ്ഞല്ലോ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുക. ഈ നമ്മളുടെ വിഷയം വയറ് നിറഞ്ഞു, നാളെ മറ്റാളത്തെ അരി ഇരിപ്പുണ്ട്, കിട്ടി കൊടുക്കാൻ വസ്ത്രമുണ്ട്, കിടക്കാൻ വീടുണ്ട്, സൈക്കിളോ കാറോ എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെ കൂടെ പോകും? ഒരു മനുഷ്യൻ തകരാൻ നിമിഷങ്ങൾ പോരായോ? അതുകൊണ്ടാണ്
മറ്റുള്ള ഒരാളുടെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതാണ് ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എപ്പോഴും ആ പരിശുദ്ധാത്മാവിൽ, പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന അർത്ഥം അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിലാണ്, അവന്റെ ശക്തിയിലാകും, അവന്റെ ബലത്തിലാണ്, അവനുമായി നല്ല ബന്ധം നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ അവനോട് കൂടെ ചേർന്നിരിക്കണം. അവനോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേർന്നിരിക്കണം. കർത്താവോട് ചേർന്ന ഒരു അനർത്ഥവും ഒരു ബാധയും അതിനറിയത്തില്ല. നിങ്ങൾക്ക് ഇത് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വല്ലാതെയൊക്കെ പോകുന്നത്? നിത്യജീവൻ പ്രാപിക്കുന്നവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അവന് റബ്ബർ കട വിഷയമല്ല, മഴ വിഷയമല്ല, വെയില് വിഷയമല്ല, വണ്ടി വിഷയമല്ല. അവൻ ഉരുണ്ടെങ്കിൽ തലയ്ക്ക് വരും. അത് വില. അങ്ങനെ ലാസർ മരിച്ചപ്പോൾ യേശു ബെഥാനിയയിൽ വന്നെന്ന് കേട്ടപ്പോൾ മാർത്ത ഓടി വന്നു. ചത്ത വീടാ, 40 ദിവസം കഴിയാതെ ആരും പുറത്തിറങ്ങത്തില്ല. ഇത് ഒറ്റ ആഴ്ച ആയിട്ടില്ല. അവള് പട്ടണത്തിലെത്തി. അവനെ കണ്ടപ്പോ ഒറ്റ വാക്കാവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. അവിടെയാ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രോഗം എനിക്ക് വരത്തില്ലായിരുന്നു, ഈ ചതി പറ്റത്തില്ലായിരുന്നു. തൊട്ട് പിന്നാലെ മറിയായി ഓടി വന്നു. അവരെ പ്രത്യാശ യേശുവായിരുന്നു. അപ്പൊ ദൈവം നിന്നെ കുറിച്ച് ചെറിയ വിഷയത്തിന് പോലും അവന് പദ്ധതിയുണ്ട്. അതിന് ചിന്തിക്കാതെ പോകുന്ന ആ ദൈവത്തിന് ഏറ്റവും വലിയ ദുഃഖം. ദൈവം വലിയവൻ, അവന്റെ പ്രവൃത്തി അതിലും വലിയ. എപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടും, അവനെ തിരിഞ്ഞ് നിനക്ക്. വെളിപ്പാട് പുസ്തകം 11:5 പറയുന്നത് എങ്ങനെയാ? ആരെങ്കിലും നിനക്ക് ദോഷം ചെയ്യുവാൻ അല്ലെങ്കിൽ വരുത്തുവാൻ ഇച്ഛിച്ചാൽ നിന്റെ വായിന്ന് തീ പുറപ്പെട്ട് പാസാക്കാൻ വേണ്ടി നിന്റെ വായിന്ന് തീ പുറപ്പെട്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത്, ജീവൻ യഹോവയ്ക്കുള്ളത്, മനുഷ്യൻ യഹോവയ്ക്കുള്ളത്, ശക്തി യഹോവയ്ക്കുള്ളത്, എല്ലാ അപ്പായിക്കുള്ളത്. അങ്ങനെ നീരായി നിനക്കുള്ളതാ. നിന്റെ വായിന്ന് പുറപ്പെടട്ടെ, പുറപ്പെടട്ടെ. തീ പുറപ്പെട്ട് നിന്റെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. തുടങ്ങട്ടെ. ഏറ്റെടുക്കുന്നവർ തുടങ്ങട്ടെ അങ്ങോട്ട്. തുടങ്ങട്ടെ അത്. തുടങ്ങട്ടെ. വായിന്ന് തീ പുറപ്പെട്ട് ലീലായി തുടങ്ങട്ടെ. ലീലയുടെ മേൽ തുടങ്ങട്ടെ. ശക്തി. പവർ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പ ഇവിടെ നട്ടലിൽ കൂടെ ഇറങ്ങുന്ന തീക്കായി സ്തോത്രം. തലമണ്ടയ്ക്കകത്ത് ഇറങ്ങുന്ന അഗ്നിക്കായി സ്തോത്രം. ഈ നിമിഷം മുതൽ ഇവർ ചിലരെ കീഴ്പ്പെടുത്താൻ പോകുക. ഏലിയാവിന്റെ ദൈവമേ, അവന്റെ വായിന്ന് പുറപ്പെട്ടെത്തി
ഇവിടെ വായിന് പുറപ്പെടേണ്ടതിന് അടകമ്പം അർത്ഥം ഗുണാരിവി സമക്കാര ബൗഡൽ ഉസ്മനെ റിബാന കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. മുതുക്കി തള്ളേ കത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി നീയാ തീരുമാനിക്കുന്നത് അവളിന് ആരെ വീട്ടിൽ വരണമെന്ന്. ഉടബലവയിടം റീവൽ പ്രൗഢി കന്തൽ കടകം വൈഡവാനം ശക്തി 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 വചനം പറഞ്ഞ ശക്തി അവന്റെ മേൽ വന്നിട്ട് ശക്തി ആരമേ ഏലിയാവിന്റെ ഹാനോക്കിന്റെ മേൽ വന്നിട്ട് അവരെ വായിന്ന് പുറപ്പെടുന്ന തീ അഭിഷേകം അവരെ ശത്രുക്കളെ ഇന്ന് വിഴുങ്ങിക്കളയാൻ പോകുക. 3.5 വർഷം അവർക്ക് അധികാരം കൊടുത്ത തീ കുറെ പേരെ കൊന്നു കളഞ്ഞു. ആ ശക്തിന്റെ മേൽ ഇറങ്ങിയ ജയമടി ചിലത കൊല്ലുവാനും ചിലത പണിയുവാനും അവർ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആര് ഏറ്റെടുത്ത് അവർക്ക് ചിലത കൊല്ലുവാനും ചിലത പണിയുവാനും അധികാരം കൈമാറുക. അധികാരം കൈമാറുക. മന്ത്രവാദികളെ തകർക്കുവാൻ തലമുറയെ തകർക്കുന്നവരെ കൊല്ലുവാൻ എല്ലാവർക്കുമല്ല തലമുറയെ തകർക്കാൻ എണ്ണിച്ച് തന്നെ തലമുറ ഉള്ളവർക്ക് മാത്രം അറിയാം. ശക്തി 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 ശക്തി. നീ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഹീലിംഗ്. നീ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സൗഖ്യം. അലർജിയുടെ രോഗം വിട്ട് തലമുറയെ നശിപ്പിക്കേണ്ടതിനെ ശത്രുവിന്റെ ശക്തി ഇന്ന് പകൽ എത്ര ഒരു വെട്ട റെഡിയാകും. എത്ര പേർ റെഡിയാകും. എത്ര പേർ റെഡി. എന്റെ മക്കളെ ഞാൻ പിതാവിന് കൊടുക്കത്തില്ല. ആരാ പറയുന്നു? എന്റെ മക്കളെ ഞാൻ പിതാവിന് കൊടുക്കത്തില്ല. എത്ര റെഡിയാകും? അവര് മാത്രം ഏക്കട്ടാ മതി. എന്റെ മക്കളെ ഞാൻ പിതാവിന് കൊടുക്കത്തില്ല. അവർ മാത്രം. എല്ലാവർക്കും പറ്റത്തില്ല. അൻപേ കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ ഇന്നും ആർവമായി. അൻപേ കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ இன்னும் ஆர்வமாய் உன்னை முழு உள்ளத்தோடு
കൂറുവേ ആരാധനൈ 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 ആരോ ഏറ്റെടുത്തു ആരോ ഏറ്റെടുത്തു ആരാധനൈ 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 യഹോവ യഹോവ സുഖം തന്നീരേ നന്ദിയപ്പ യഹോവ യഹോവ സുഖം തന്നീരേ നന്ദിയപ്പ സുഖം തന്നീരേ നന്ദിയപ്പ ഉമ്മை முழு உள்ளத்தோடு ஆராதிப்பே முழு பலத்தோடு அன்பு கூறுவே ஆராதனை 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 என்ன சம்பவிச்சு இப்ப എങ്ങനെ 2 ദിവസം അനുഭവിച്ചതിനേക്കാൾ അധികം ശക്തിയായിരുന്നു ഇപ്പൊ ലഭിച്ചത് ഇത് വെളിപ്പാട് പുസ്തകത്തിലുള്ള ശക്തിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേക ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം സക്സസ് ആയി കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലാ. ഇനി സംഭവിക്കാനുള്ള വെളിപ്പാട് പുസ്തകത്തിലുള്ള ശക്തിയാണ്. ആ ശക്തിയാ നിന്റെ മേൽ. ഓ അധികാരം കളയരുത്. അധികാരം ദൈവം നിനക്ക് തന്നതാണ്. നിങ്ങൾ അധികാരം കളയരുത്. കാറ്റയും കടലയും അടക്കിയ അത്ഭുത വാർത്ത. കാറ്റയും കടലയെ മടക്കിയ അത്ഭുത വാർത്തകൾ. ഇത് അധികാരത്തിന്റെ വാർത്തകൾ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. ലൈസമ്മ അതിന് നടന്നേ പറ്റത്തുള്ളൂ എന്ന് അല്ലെങ്കിൽ വഴിയാണ്. അവര് വേദി കിട്ടാൻ സാധനം എടുത്ത് വേദി കേട്ടാൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. ഇത് ഉയർപ്പിന്റെ ദിവസമാണ്. ഇപ്പൊ എന്തോ സംഭവിക്കുമെന്ന് എനിക്കറിയാം. റോസമാരി, എനിക്ക് പറയാനുള്ള എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം എങ്ങനെ പോകും?
അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോകുന്നത് മാത്രം ഓടി ഫ്രണ്ടി വരാം, കുഴപ്പമില്ല. പിന്നാലെ നിൽക്കണം, നോക്കി നിൽക്കണം. ചിലരുടെ ശക്തി വരുമ്പോ അവർ ചാടും. എന്നെ ഇത്ര വലിയ കടക്കണികൾ കൊണ്ട് നിർത്തിയവരെ എനിക്ക് ഒന്ന് കാണണം. ഇത്രയും വലിയ കടക്കണിയിൽ എന്നെ കൊണ്ട് നിർത്തിയവരെ എനിക്ക് കാണണം. അങ്ങനെയല്ലേ പറയുന്നു? ഇത്രയും വലിയ കടക്കണിയിൽ എന്നെ കൊണ്ട് നിർത്തിയവരെ എനിക്ക് ഒന്ന് കാണണം. സാരിಯಲ್ಲಿ മാറി സൈഡിൽ വന്നില്ലേ? രണ്ട് സാരിಯಲ್ಲಿ സൈഡിൽ വന്നില്ലേ? എന്നെ ഇത്രയും വലിയ കടക്കണിയിൽ കൊണ്ട് നിർത്തിയവരെ കാണണം. എന്റെ മക്കളെ തകർത്തവനെ എനിക്കൊന്ന് കാണണമേ. എങ്ങനെ? എന്റെ മക്കളെ തകർത്തവനെ എനിക്കൊന്ന് കാണണമെന്ന് ഈ വചനമായി ഞാൻ വരികയാണ്. എനിക്ക് അവരെ ഒന്ന് കാണണം. എനിക്ക് കാണണം. എന്റെ ഭർത്താവിനെ മക്കളെ നശിപ്പിച്ചതിനാണ് കാണുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ വിടുന്നില്ല. അതെ, ആരാ ഏറ്റെടുത്തത്? എന്റെ ഭർത്താവിന് 4 സമയം 4 ഗുണമാണ്. ആരാ ഇങ്ങനെ? എന്റെ ബുദ്ധിയെ മന്ദതാക്കിയവർ എനിക്കൊരു കാണണം. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഇന്ന് പകൽ ചിന്താഭിന്നമായിട്ട് ഈ ആരാധന കഴിയും മുൻപായി
എന്റെ അപ്പ മോളെ വരാമോ പ്ലീസ്? ഒന്ന് വിളിച്ചാലോടി എന്റെ ഒന്ന് സ്തുതിച്ചാലെന്റെ മനം ഒന്ന് എത്ര നല്ല സ്നേഹമെന്റെ യേശു, എത്ര നല്ല സ്നേഹമെന്റെ യേശു. ഈ
പാട്ട് പാടാം, ഓടി വന്നാട്ടെ. ഒന്ന് വിളിച്ചാൽ ഇവിടെ കേൾക്കാം. ആര് റെഡി? നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഈ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന കളം വേറെയായിട്ട്. പിശാച് തെള്ളിയിട്ടാൽ അവൻ ജീവൻ കൊടുക്കും, അവൻ തകർക്കാൻ നോക്കിയാൽ അവൻ പണിയും. റെഡി? ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും. വാങ്ങിക്കോത്. ഒന്നു സ്തുതിച്ചാലവനെന്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ പിടി തുറക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എന്റെ വിളിച്ചാൽ മതി കേട്ടോ. വിളിച്ചാൽ മതി. തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ തളർന്നാൽ അവന്റെ തരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടക്കും. ഒന്നു തളർന്നാൽ അവന്റെ തരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടക്കും. ശാന്തി പകരും എന്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. തന്നെ അനുകരിക്കാനവനെന്നെ വിളിക്കും. തിരുവചനം പകർന്നെന്റെ വഴി തെളിക്കും. തന്നെ അനുകരിക്കാനവനെന്നെ വിളിക്കും. തിരുവചനം പകർന്നെന്റെ വഴി തെളിക്കും. യേശു തൊടുകയപ്പോൾ ശക്തി പകരും എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. സ്നേഹമെന്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാലവനെന്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ പിടി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടുണ്ട്. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടക്കും. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടക്കും. ശാന്തി പകരും എന്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല
ഈ അഭിഷേകം നിറഞ്ഞിട്ട് വചനം പകർന്നെന്റെ വഴി തെളിയും. തന്നെ അനുഗമിക്കാൻ അവരെന്നെ വിളിക്കും. ഒരു വചനം പകർന്നെന്റെ വഴി തെളിക്കും. ശക്തി പകരും എന്നെ അനുഗമിക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എന്നെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവനെന്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനുഷ്യന്നിരി തുടയ്ക്കും. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. 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 ഹലോ, സ്നേഹമെന്റെ ഈശോ. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എന്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. തന്നെ അനുഗമിക്കാൻ അവനെന്നെ വിളിക്കും. തിരുവചനം പകർന്നെന്റെ വഴി തെളിക്കും. തന്നെ അനുഗമിക്കാൻ അവനെന്നെ വിളിക്കും. തിരുവചനം പകർന്നെന്റെ വഴി തെളിക്കും. എനിക്ക് വഴി തുറക്കണമേ. ശാന്തി യേശുവേ, യേശുവേ, എന്റെ വഴി തുറക്കണമേ. യേശുവേ, എന്നെ വിടുവിക്കണമേ. എന്നെ വിടുവിക്കണമേ. ശത്രു ജയിക്കരുതേ. ശത്രുവിന്റെ സർവ്വായുധ വർഗ്ഗങ്ങളെ പിടിച്ചെടുക്കുവാൻ എനിക്ക് ശക്തി പകരണമേ. ശക്തി പകരണമേ. ശക്തി, 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 ശക്തി. ഒന്നു സ്തുതിച്ചാലവനെന്റെ മനം തുറക്കും. ഒന്നു ഏലിയാവിന്റെ ദൈവത്തിന്റെ തീ അഭിഷേകം. തുടയ്ക്കും. ഇവന്റെ പിന്നിലുള്ള ചതിയ വെട്ടികളെ സ്നേഹമെന്റെ വെട്ടി വീട്. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. വേറെ വഴിയില്ല. ഓക്കെ, എന്താണ് അവന് കാര്യം? സ്തോത്രം, 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 സ്തോത്രം. അവരുടെ കൈവിടുന്ന ഞാൻ കണ്ടായിരുന്നു. അതിനെ പിടിച്ച് മുമ്പിൽ കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചേ, എന്നോട് കൂടെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. എന്നോട് കൂടെ നീ ഇറങ്ങി വരണമേ. എന്റെ ദുഃഖം എന്നു മാറും യേശുവേ, എന്റെ പ്രയാസം എന്നു മാറും യേശുവേ. എന്നോട് കൂടെ നീ മനസ്സിൽ നീ എന്റെ ദൈവമാകും യേശുവേ. നീ എന്നോട് ഇറങ്ങി വരണമേ. നീ എന്നോട് കൂടെ നീ ഹല്ലേലൂയ. അപ്പാ
യേശുവേ, എന്റെ ദൈവമേ, എന്നെ നീ അനാഥയാക്കരുതേ, എന്നെ നീ ഉപേക്ഷിക്കരുതേ. എന്റെ ആനന്ദം യേശു തരുകിറാ. മനസ്സുമോ? ഞാൻ പാടാം, കൈകൾ ഉയർത്തിയാ മതി. എന്റെ ആനന്ദം യേശു തരുകിറാ. ഒരു ഭയങ്കര കാറ്റയും കടലെയും അടക്കിയ അത്ഭുത വാർത്തകൾ. ആറ് റെഡി? കാറ്റയും കടലെയും അടക്കിയ അത്ഭുത വാർത്തകൾ. എന്റെ തുണയായി വരുന്നത് കൊണ്ട് എനിക്ക് എന്തിനാ ദുഃഖം? അതാ കാറ്റയും കടലയും അടക്കിയ ഹലോ நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. கடல் மீது நடந்திட்ட அற்புத பாதங்கள் எனக்கு துணையாய் நிற்பதால் என்ன கவலை. காற்றையும் கடலையும் அடக்கிய அற்புத வார்த்தைகள் எந்த துணையாய் நிற்பதால் என்ன கவலை. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. பாதையெல்லாம் அந்தகாரம் சூழ்ந்து கொண்டாலும் பாதை காட்ட நேசருண்டு, பயமே இல்லையே. பாதையெல்லாம் அந்தகாரம் சூழ்ந்து கொண்டாலும் பாதை காட்ட இயேசுவே. ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. எதிர்த்தோ நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. இதை வெட்டி விடு. கடல் மீது நடந்த, கடல் மீது நடக்குது, கடல் மீது நடக்குது, கடல் மீது நடக்குது അത്ഭുത പാദങ്ങൾ. എനിക്ക് മുന്നിൽ നടക്കുന്നത് കൊണ്ട്, എനിക്ക് മുൻപിൽ നടക്കുന്നത് കൊണ്ട്, എനിക്ക് മുൻപിൽ നടക്കുന്നത് കൊണ്ട്, എനിക്ക് മുൻപിൽ നടക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയില്ല, എനിക്ക് ഭയമില്ല, എനിക്ക് ദുഃഖമില്ല, എനിക്ക് നിരാശയില്ല, എനിക്ക് ഭാരമില്ല. ആരോ ഏറ്റെടുക്കുന്നു, ആരോ ഏറ്റെടുക്കുന്നു കാറ്റയും കടലയും അടക്കിയ അത്ഭുത വാർത്തകൾ.
ഞാൻ പോകുന്ന വഴികളിൽ ആരാ ഏറ്റെടുത്തത്? എന്റെ പാതയെല്ലാം അന്ധകാരമെന്ന് മൂടിയാലും എനിക്ക് വഴി കാണിപ്പാൻ എനിക്ക് ഒരുത്തൻ ഇരിപ്പുണ്ട്. അവൻ ആരാ എത്തിപ്പിടിക്കുന്നത്? ശക്തി 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 കൈമാറുക. പോരാ, റെഡിയല്ല, റെഡിയല്ല. റെഡിയ നിൽക്കുന്ന ആരും ഉണ്ടോ എന്ന് കത്താൻ നോക്കുക. 9 മണി സമയത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പോകുമ്പോൾ ദേവാലയ ഗോപുര വാതിൽക്കൽ ഒരുത്തൻ പിച്ച വ്യാപിച്ചു കൊണ്ടിരുന്നു. അവൻ വല്ലതും കിട്ടുമെന്ന് കൈ നീട്ടി. അവൻ എന്റെ പൈസയ്ക്ക് വേണ്ടിയാ. പക്ഷെ പത്രോസ് കൈ നീട്ടിയ പൈസ കൊടുക്കാനല്ല, അവന്റെ ജീവിതത്തെ മാറ്റാനാ. ആരാ ഏറ്റെടുത്തത്? സംഭവിക്കട്ടെ 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 സംഭവിക്കട്ടെ. അവനെ ഉറ്റുനോക്കി, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പോലും ഇരിപ്പില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. അവന്റെ വിശ്വാസം, സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ടെത്തി അവന്റെ കയ്യെ പിടിച്ചവൻ എണ്ണിപ്പിച്ചപ്പോൾ ആത്മാവ് പറയുക, ആദ്യമായിട്ട് അവന്റെ നരിയാണികൾ ഉറച്ചു. ഇന്ന് ചിലരെ നരിയാണികൾ ഉറയ്ക്കാൻ പോകുക. നരിയാണികൾ ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. അമ്മയുടെ ഗർഭം മുതൽ മുതന്നനായി ജീവിച്ചവൻ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ യേശു നടത്താൻ പോകിയ വിശ്വസിക്കുന്നവർക്ക് ആരാ 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 என்னை பேரு சொல்லி விழித்த இயேசுவே, ലാലാജി വരാമോ ഇവിടെ? അവന്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് അത്ഭുതമാണ്. വിശ്വസിക്കുന്നവരാൾ ഈ വക അടയാളം ശക്തി വാങ്ങ്. ശക്തി എന്ന് പറയുന്ന വലിയ ഇമ്പോർട്ടന്റ്. ശക്തി ഇല്ലാത്തതെല്ലാം കുഴഞ്ഞ് നിലത്തിൽ വീഴും. ശക്തി ഉള്ളവൻ എഴുന്നേൽക്കും. യഹൂദ ഗോത്രത്തിന് സിംഹത്തിന് ശക്തി കൊണ്ട് അത് തീർക്കാനുള്ള അനുഭവം. പരിശുദ്ധാത്മാവേ 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 ഇറങ്ങിവാ ഇറങ്ങിവാ എന്റെ പരിശുദ്ധാത്മാവേ, ആത്മാവേ ഇറങ്ങിവാ പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ ഇറങ്ങിവാ. ചില കൈവശ ശക്തികൾ ഇവിടെ വീട്ടിൽ അഴിഞ്ഞിറങ്ങട്ടെ. ഇവരെ 4 പേരകത്തിരിക്കുന്ന കൈവശത്തെ മുറിക്കുന്നു. ഹലോ,
പരിശുദ്ധാത്മാ പറയുന്നു, നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ യേശുവിന്റെ കരം ഇറങ്ങുന്നു. നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ യേശുവിന്റെ കരം ഇറങ്ങുന്നു എന്ന്. അത് എങ്ങനെ ഇറങ്ങുന്നു ചോദിച്ചാൽ, ദൈവാത്മാ എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, നീ പാർക്കുന്ന പട്ടണത്തിൽ നിന്നെ സഹായിക്കേണ്ടതിന് ദൈവം അങ്ങനെയാ ചെയ്യുന്നത്. ചിലരെ എണ്ണിപ്പിക്കും. ദൈവം കൈ കൊണ്ട് തരത്തില്ല, ചിലരെ എണ്ണിപ്പിക്കും. ഇരിക്കുന്നവനെ എണ്ണിപ്പിച്ച് അവനെ ഇരിക്കാൻ വിടാതെ നിന്റെ വീട്ടിലേക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതാ ഭക്തൻ പറയും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആരാ ഏറ്റെടുത്തത്? അത് ഏറ്റെടുത്തവർ കറക്റ്റ് ആയിരിക്കട്ടെ. അത് ഏറ്റെടുത്തവർ കറക്റ്റ് ആകട്ടെ. യേശുവേ 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 എൻ്റെ ഉള്ളിൽ നീ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ജെയിംസ് വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ ഒരു വാക്കിങ്ങനെ പറഞ്ഞാൽ, അവന്റെ ഒറ്റ വാക്കിന് മുന്നിൽ വല നിറഞ്ഞെങ്കിൽ, അവന്റെ ഒറ്റ വാക്കിന് മുന്നിൽ വലത് ഭാഗത്ത് വല വീശി എന്ന് പറഞ്ഞപ്പോൾ കണ്ണടക്കത്ത് വീശുവിന്റെ വല നിറഞ്ഞെങ്കിൽ, അത് ഏറ്റെടുക്കുന്നവരെ വലകൾ നിറയട്ടെ, 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 നിറയട്ടെ. താങ്ക് യു. ഞാൻ കുറെ നേരം കൊണ്ട് കാണുന്ന മേഴ്സിയുടെ തലയിൽ ഒരു കിരീടം വന്ന് നിൽക്കുക. മേഴ്സി ഇരിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. അസാധാരണ തീ അഭിഷേകം. ഈ തീ അഭിഷേകത്തിന് ശക്തി എന്നറിയാമോ? നിന്റെ ഉച്ചം തലം മുതൽ ഉള്ളം കാല് വരെ അവന്റെ ശക്തി ഇറങ്ങും. ആ ശക്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കിട്ടുന്നവനെ നിറയ്ക്കും. അത് എല്ലാവരെയും ഒന്നുമല്ല, തേടി വന്നു, തേടി വരുന്നവനെ നിറയ്ക്കുമെന്ന്, തേടി വരുന്നവരെ നിറയ്ക്കും. അപ്പൊ അത് നിറയുമ്പോ ആദ്യം തലയിൽ ഇറങ്ങും. പ്രസൻസ് തലയില. ആ തലയിൽ ഇറങ്ങി നമ്മുടെ ഉച്ചിന്റെ അകത്തോട്ട് കൂടി, നമ്മൾ വെളിച്ചെണ്ണ തേക്കരുത്, തലയിൽ തേക്കുമ്പോൾ എന്ത് ചെയ്യും? അകത്തോട്ട് ഇറങ്ങും, ഇല്ലയോ? ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറെ മറ്റ് പിടിപ്പിക്കാമെങ്കിൽ നമ്മുടെ പാദം വരെ എത്തുമെന്നുള്ളതാണ് വൈദ്യമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാ തരുന്ന ഗിലെയാദിലെ തൈലം ആർക്കാ വേണ്ടത്? രാവിലെ വേണോ നിനക്ക്? അണങ്ങിയിരിക്കാന്നോ? ഇല്ലേ? പിന്നെ വാങ്ങ് ഗിലെയാദിലെ തൈലം. ഒരു നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ ആദ്യം കുളിക്കണം, ഇല്ലേ? കുളിച്ച് വൃത്തിയായിട്ട് അവൻ പൗഡറിലായിട്ട് നീറ്റായിട്ട് അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങും. പക്ഷെ ഈ ഗിലെയാദിലെ തൈലം എന്ന് പറയുന്നത് സുഗന്ധമാണ്. ഇത് നമ്മുടെ തലയിൽ ഇറങ്ങിയാൽ ഉച്ചിൽ കൂടെ നമ്മുടെ കാല് വരെ ഇറങ്ങണം. കാലിലിറങ്ങിയാൽ പുനർജാതി കാല് ക്ലിയർ ആവുമല്ലോ. നമ്മുടെ ശരീരം മുഴുവനും വ്യാപരിക്കും. ഞാൻ എപ്പോഴും പറയും, ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നീ മതി എന്ന് പറഞ്ഞാൽ അവൻ നിർത്തത്തില്ല. യോബിന്റെ വിഷയം അങ്ങനെയാണ്. അവൻ മരിക്കാൻ കിടക്കുക, കുഷ്ഠമെല്ലാം ബാധിച്ചില്ലേ. ഇനി അവന് പൈസയുടെ ആവശ്യമില്ല. ഭാര്യ പറഞ്ഞു, നിന്റെ ദൈവത്തെ ദുഷിച്ച് ബാധിച്ച് മരിക്കാനാ പറഞ്ഞത്. കാരണം മക്കളെല്ലാം ചത്തുപോയി, പ്രായവുമായി. നിന്റെ ജോലിക്കാർ, നിന്റെ വിശ്വസ്തമാരെന്ത് ചെയ്തു? കൊലയോടെ കൊണ്ടുപോയി. പശു, ആട്, ഒട്ടകൻ അവർ കൊണ്ടുപോയി. നിന്റെ 11.25 കിലോമീറ്റർ നീളമുള്ള എരുത്തൽ, 11.25 കിലോമീറ്റർ, ഏതാണ്ട് തെക്കേ മലയാണ്, ഇല്ലയോ? അത്ര ദൂരമുള്ള 1 കിലോമീറ്റർ നീളമുള്ള എരുത്തലുള്ള ഒരു
ഏലിയാവിന്റെ അഭിഷേകത്തിന് ഡബിൾ എലിശാവിന്, യോബിന്റെ അനുഗ്രഹം ഡബിൾ. അങ്ങനെയാണെങ്കിൽ അഭിഷേകവും അനുഗ്രഹവും ഡബിളാണ്. ആരെങ്കിലും ഒരിക്കലും കൈയടിച്ച് ഓർക്കെ പറഞ്ഞാൽ കൈയടിക്കാതെ ഒരിക്കലും കൊടുക്കരുത്. കൈയടിക്കാതെ ഒരിക്കലും കൊടുക്കരുത്. ആരാ വാങ്ങിയത്? തുറവന്നിടുന്നേ വാതൽ, തുറവന്നിടുന്നേ വാതൽ, തുറന്നിടുന്നേ അടച്ചിടുന്നേ വാതൽ, അടച്ചിടുന്നേ വാതൽ, അടച്ചിടുന്നേ ഒരു വാതൽ തുറന്നാൻ ആർക്കും മടക്കാനാവില്ല. ഒന്ന് രാജാക്കന്മാർ പുസ്തകം, 2 രാജാക്ക പുസ്തകത്തിൽ ഒരു വചനം എനിക്കുണ്ട്. ഞാൻ തൊട്ടേക്ക് പോകാം. അവന്റെ വെളിപ്പാട് എനിക്ക് വേണ്ട, കാരണം അവൻ എന്നോട് പറയുന്നില്ല, എതിരായിട്ടേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ വെളിപ്പാടിലേക്ക് പോകാം. അപ്പോ ഇസ്രയേലും യഹൂദയിലും മൊത്ത പ്രവാചകന്മാർ ദൂതരെ ഒരുപോലെ പറഞ്ഞു. അപ്പൊ ലാസ്റ്റില് യഹൂദയിൽ രാജാവ് പറഞ്ഞു, യോഗസഭാത് പറഞ്ഞു, നമുക്ക് ഒന്ന് കേട്ടേക്കാം എന്ന് പറഞ്ഞു വിട്ടു. ഒരു ദൂതനുണ്ട്. ദൂതൻ പോയി പ്രവാചകൻ പറഞ്ഞു, നീ ഇതുവരെ രാജാവിന് എതിരാണ് ദൂത് പറഞ്ഞത്, ഇപ്പോഴെങ്കിലും കറക്റ്റ് ആയിട്ട് ഓക്കെ പറഞ്ഞേക്കണം. എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഒരു കുഴപ്പമായിട്ടില്ല, നീ മാറ്റി പാടിയ 5000 പ്രവാചകൻ ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ആ ചുള്ളിക്കൊണ്ടിരിക്കുക ആരാധിച്ചില്ല. ഓ 5000 പേര് ഒരുപോലെ പറഞ്ഞിരിക്കുക, നീ മാത്രം മാറ്റി പറയുന്നു. അതുകൊണ്ട് നിനക്ക് പൈസ തരാം, നിനക്ക് വേറെ ഉടുപ്പോ എല്ലാം തരാം, എല്ലാം തരാം, നീ മാത്രം മാറ്റി പറയും, നീ അവരെ പോലെ പറയും. അദ്ദേഹം വാക്ക് പറഞ്ഞതിന് യഹോവ എന്ന് പറയുന്നു, അത് ഞാൻ എവരോട് പറയും. എങ്ങനെ യഹോവ എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ എവരോട് പറയും. എന്റെ ദൈവം രാജാവല്ല, എന്റെ ദൈവം രാജാവല്ല, യഹോവ എന്റെ ദൈവം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പൊ രാജാവ് കൊണ്ടുവന്നു. അവൻ നേരെ നീ രാജാവ് യുദ്ധത്തിന് പോകരുത്, പോയാൽ നീ മരിച്ചു പോകുന്നു. ബാക്കിയുള്ളതെല്ലാം ഒരുപോലെ 5000 പേര് പറഞ്ഞു, നീ പോയാൽ ജയിച്ച് കൊള്ളയുമായിട്ട് വരുമെന്ന്. ഇത് പറഞ്ഞ് മരിച്ചു പോകുന്നു. അങ്ങനെ മുടുപ്പ് വലിച്ചു കയറി അവനെ പിടിച്ച് കാരാലത്ത് അടച്ചേച്ച് പോകുമ്പോൾ ബാക്കി പോയി, ഞാൻ പോയിട്ട് വൃത്തിക്ക് വന്നാൽ ബാക്കി വന്ന് തന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, രാജാ പോയിട്ട് വൃത്തി വരികയാണെങ്കിൽ നീ ചെയ്തോന്ന് പറഞ്ഞു. അവൻ പോയി ദേശം മാറിപ്പോയി ഒരു അമ്പുവിന്റെ പള്ളക്ക് കയറി. അമ്പ് പള്ളക്ക് കയറിയപ്പോഴാണ് മനസ്സിലായി അവനാ പ്രവാചകൻ. അവന്റെ രക്തം വാർത്തൊഴുകി അവൻ മരിച്ചുപോയി. യോഗസഭാത പിടിച്ചു. അവൻ ഞാൻ രാജാവെന്ന് പറഞ്ഞ തടി തത്തിയവൻ. ഞാൻ മടങ്ങി വന്ന് ആ പ്രവാചകൻ സാഷ്ടാംഗം വീണു. എല്ലാവരും വെറുക്കപ്പെട്ട നീ ഒരു ദിവസം ഇതിനകത്ത് മുത്തായിട്ട് മാറി. ചെയ്തോ അല്ല പറയാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. നിന്നെ ഒരാൾ തോട് വെക്കും, മോനെ എന്താ സംഭവിച്ചത്? ഇത് തീരാതിരിക്കാൻ എല്ലാരും പോയിരുന്നു. അത് 5 വായിച്ചാട്ട് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ആരേക്കെടുത്തത്? ഒരിക്കലും ഒരു മനുഷ്യനും ഇത് വെളിപ്പാട് എത്ര ഏറ്റെടുത്തു?
നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ലെന്ന് കർത്താവ് നിന്നോട് വെളിപ്പെടുത്തണമെങ്കിൽ അതുകൊണ്ട് പാസ്സാക്കുക കർത്താവ് പാസ്സാക്കുന്നു മകനെ പാസ്സാക്കുന്നു ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ദൈവം ഇന്ന് പറയുന്ന വാക്ക് മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആരായി വചനം ഏറ്റെടുക്കുന്നത്? ഇതിന് കട്ടിയാ കേട്ടോ. അപ്പൊ മോശയുടെ കൂടെ ഇരിക്കണമെങ്കിൽ ചെങ്കടൽ രണ്ടാടി കീറുണ്ടായോ? ചെങ്കടലിലെ കീറുന്നത് ശത്രു കീറുമെന്നാണ് അതിന്റെ അർത്ഥം. നിന്റെ ശത്രു കീറും. 2030 കത്തുണ്ടായോ? അപ്പൊ നിന്റെ വായിൽ കീറുണ്ടായോ? ഓക്കെ. മൂന്നാമത് പാറയിൽ നിന്ന് വെള്ളം വരണമല്ലോ, മരുഭൂമിയിൽ മഞ്ഞ വരണമല്ലോ, പച്ചവെള്ള വ്യക്തമായി മാറ്റണമല്ലോ. നിന്റെ ശത്രുക്കൾ കുടിക്കുന്ന വെള്ളത്തിന് വ്യക്തമായി മാറ്റാൻ കഴിയുക. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ദൂത് എത്ര ഏറ്റെടുത്തു? ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം നിർത്തിയ ഉറപ്പ് വരട്ടെ, ധൈര്യം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉറപ്പ് വരട്ടെ, ധൈര്യം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉറപ്പ് വരട്ടെ, ധൈര്യം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉറപ്പും ധൈര്യം വരട്ടെ. ജയം എടുക്കുന്നവർക്കെല്ലാം ഉറപ്പും ധൈര്യം വരട്ടെ. വരട്ടെ. അടുത്തത്, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം. അയ്യോ, അപ്പൊ ദൈവം സമ്പത്തും നിനക്ക് വെച്ചിട്ടുണ്ട്. വിവാദിച്ചു കൊടുക്കാൻ ഞാൻ വീതിച്ചു കൊടുക്കുന്നത്. അഭിഷേകത്തെ വീതിക്കണം, കൃപയെ വീതിക്കണം, നന്മയെ വീതിക്കണം, സമാധാനത്തെ വീതിക്കണം, എല്ലാം വീതിച്ച് കൊടുക്കണം. കൊടുക്കപ്പെടും. രക്തം ജയം. അടുത്തത്, നിന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും നീ അനുസരിച്ച് നടക്കേണ്ടതിന് കൽപ്പന പാലിക്കണം. അല്ല വീട്ടിൽ കിടന്ന ആരാധന പറയാം, വീട്ടിൽ അനുഗ്രഹം വരുത്തുന്നില്ല. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. കർത്താവെ, 3 ദിവസം ഉപവസിക്കാൻ നീ ബലപ്പെടുത്തി ജനങ്ങളെ കൊണ്ടുവന്നു, ധൈര്യപ്പെടുത്തി നിന്റെ പ്രിയമേലിയ പങ്കെടുക്കാൻ ഇടയാക്കി തീർത്തു. മണി തുറന്നു വന്ന ആപത്തിന് വിടുവിച്ചു. നിന്റെ സമാധാനത്തിനായി സന്തോഷത്തിനായി സ്തോത്രം. നാം എല്ലാം പ്രാർത്ഥിക്കാം. വിഷയങ്ങളോട് ദൂരെ നിന്ന് വന്നവർ, നാഗർകോവിൽ വന്നവർ എല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടത്, എല്ലാം വിടുവിക്കേണ്ടതിന് പ്രിയയുടെ കരുണാകരൻ ഞങ്ങളെയും കർത്താവ് വിടുവിക്കേണ്ടത് നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ തിരുപ്പറക്കാം. സ്തോത്രം. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാത്തവനും തുറക്കുകയും ആരും തുറക്കാത്തവനും അടയ്ക്കുകയും ചെയ്യാണ് സ്വർഗ്ഗസ്ഥപിതാവ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 7-ാം മാസത്തിന്റെ 27-ാം ദിവസം കർത്താവേ, ഞങ്ങളെ ഫലമല്ല ഞങ്ങളെ കൂട്ടിവെച്ചു. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപിടമാകുന്നു. അങ്ങയുടെ പാദപിടത്തിൽ കർത്താവേ, അല്പസമയം സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു സങ്കീർത്തനം, നല്ലൊരു ആരാധന, നല്ലൊരു വചനം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. മണിതനെ കർത്താവെ സൗഖ്യമാക്കി കൃപയ്ക്കായി സ്തോത്രം. യേശു കടലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു വലിയ സമൂഹത്തെ കണ്ട് യേശു മനസ്സറിഞ്ഞവരെ സൗഖ്യമാക്കുന്ന അങ്ങയുടെ തിരുവചനമാക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സഭയായിട്ട് കർത്താവേ, ആരാജ് കർത്താവേ, ആ ദാസന കർത്താവേ, ബലം കൊടുത്തതിന് കൃപയ്ക്കായി കർത്താവേ, എത്രയും വേഗം കർത്താവേ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുവാൻ കർത്താവേ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, അവരുടെ വിഷയങ്ങളെ എല്ലാം കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും വേറെ വരുവാൻ കാരണമാണ് ഞങ്ങളുടെ സ്വർഗം. വലരുണ്ട്, പൈശാചികത്താൽ വലരുന്ന ഭാരത്താൽ വലരുന്ന കിടപ്പാടമില്ല, വലരുന്ന കുഞ്ഞുങ്ങളില്ല, വലരുന്ന വിവാഹപ്രായമില്ല.
കർത്താവേ, കുഞ്ഞുങ്ങളില്ലാവരെന്നുണ്ട് അവരുടെ ആവശ്യങ്ങളെ എല്ലാം കരങ്ങളെ ഏൽപ്പിച്ചു കർത്താവേ. അതേ കർത്താവേ, ഹല്ലേലൂയ, മദ്യപാനത്തിൽ അടിപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് കർത്താവേ, അവരുടെ മദ്യപാനത്തിന് അടിയിൽ നിന്ന് കർത്താവെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കാണുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, ഉമ്മിറ്റ് ചെയ്യുവാൻ കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ള ദുശ്ശീലമുള്ളവർ കർത്താവെ, ഹല്ലേലൂയ, അവരെ എല്ലാം വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുലശേഖരത്തു നിന്ന് കർത്താവെ ആദ്യമായി വന്നവരും എല്ലാം കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ജയമോനെയും കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, യാത്രയിൽ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, കരയിൽ കൂടിയും വായുവിൽ കൂടിയും കർത്താവെ സുഖമായി എത്തിച്ചേരുവാൻ കർത്താവെ സഹായിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ പ്രാണനാൻ ഹല്ലേലൂയ, സ്തോത്രം, മരണം കാണുവാൻ നിന്റെ ഹല്ലേലൂയ, സ്തോത്രം, പാതാളത്തിൽ വിടില്ല, നിരവധം കാണുവാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ തിരുവചനം ഞങ്ങൾ കേട്ടുള്ള കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആരെങ്കിലും ദോഷം ചെയ്യാൻ നിങ്ങളുടെ വായിൽ തീവ്രപ്രവരെ ദഹിപ്പിച്ചു കളയുന്ന ആ വചനം കർത്താവെ, ഹല്ലേലൂയ, ആരും കൈപ്പൊക്കുവാനോ അവരെ നോക്കുവാനോ കർത്താവെ ഇടപെടുത്താതെ കർത്താവെ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോകാതെ ഒരു നാഥൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മെച്ചോസ്തനായ യേശുവിനെ നാം താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടുത്തമണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, നമ്മെ തൊട്ടതിനായി സ്തോത്രം, നമ്മുടെ ഉപവാസ പ്രാർത്ഥന അംഗീകരിച്ചതിനായി സ്തോത്രം, മാനിച്ചതിനായി സ്തോത്രം, മണിപുറ തിരിച്ച് തന്നതിനായി സ്തോത്രം, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് മാനിച്ചതിനായി സ്തോത്രം. കർത്താവ്, പ്രിയപ്പെട്ട കുമാർ വാസ സഭയെ അനുഗ്രഹിക്കുന്നു. അവരെ അനുഗ്രഹിച്ചതിനായി മകളെ, പ്രിയപ്പെട്ട സിസ്റ്ററെ എല്ലാം അനുഗ്രഹിച്ചതിനായി കർത്താവ്, താങ്ക് യു. ദേശിൻ്റെ അമ്മയും മകളോ എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം, എല്ലാവരും മാനിച്ചതിനായി സ്തോത്രം, എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പുതുതന്ന സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാണ് നിന്റെ മക്കളോടും നിന്റെ മക്കളെ ലക്ഷ്യത്തോടും നിങ്ങളുടെ പ്രേസൻസ് ഇന്ന് നിങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ കർത്താവിന് അങ്ങനെ ഇച്ചിരി വേഗം വരണേ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, പ്രാർത്ഥന മുടങ്ങാതിരിക്കുക. അപ്പൊ തന്നെ കൃത്യമായി ദശാംശം കൊടുക്കുക. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.